തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടു എന്നൊരു വാർത്തയാണ്. 2 തവണയായി ജനിച്ച 2 കുട്ടികളെയാണ് കുഴിച്ചിട്ടത്. യുവതിയെയും യുവാവിനെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു എന്ന് ഞെട്ടിക്കുന്നൊരു വാർത്ത വരുന്നു. സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. സൂരജ്, എന്താണ് ആ വാർത്ത? എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ കൊന്നു കുഴിച്ചിടുന്ന സാഹചര്യം ഉണ്ടായത്? തൃശൂർ പുതുക്കാട്ടെ വാർത്തയാണ്. കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിട്ടു എന്നാണ് സംശയം. 2 തവണയായി ജനിച്ച 2 കുഞ്ഞുങ്ങളെയാണ് കുഴിച്ചിട്ടത്. അത് കൊലപ്പെടുത്തിയതാണോ അതോ ഇനി ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയ കുഞ്ഞുങ്ങളെ കുഴിച്ചിടുകയാണോ ഉണ്ടായത്? എന്തായാലും അത് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. തൃശൂർ പുതുക്കാടാണ് സംഭവം. യുവതിയെയും യുവാവിനെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് ചോദ്യം ചെയ്യുന്നു എന്നാണ് സൂരജ് സജി നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. സൂരജ് സജിക്ക് അല്പസമയത്തിനകം എത്താൻ കഴിയും എന്നാണ് കരുതുന്നത്. സൂരജ്, എന്താണ് ഈ സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത്? എന്തുകൊണ്ടാണ് കൊന്നു കുഴിച്ചിട്ടതാണോ? എന്താണ് അതിന്റെ വ്യക്തത, സൂരജ്? ഹാഷ്മി, ഇത് കൊലപാതകമാണോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും. ഇന്ന് രാവിലെയാണ് പുതുക്കാട് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു യുവാവ് 2 കുട്ടികളുടെ അസ്ഥികളുമായി, അത് അസ്ഥിയുടെ കഷ്ണങ്ങളുമായി ഈ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അതിനുശേഷമാണ് ഈ യുവാവ് ഈ 2 കുട്ടികളുടെ അസ്ഥിയാണ് ഇതെന്ന് പോലീസിനോട് വ്യക്തമാക്കുന്നത്. യുവാവ് പോലീസിനോട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. അതായത് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള ഒരു യുവതിയുമായി യുവാവിന് അടുപ്പമുണ്ടായിരുന്നു. അത് വിവാഹം കഴിച്ചുള്ള ബന്ധമല്ല. ഇതിനിടയിൽ ഇവർക്ക് 3 വർഷം മുമ്പ് ഒരു കുഞ്ഞ് ജനിക്കുന്നു. അന്ന് ആ കുഞ്ഞ് മരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. മരിച്ചത് കൊലപാതകമാണോ എന്നാണ് പരിശോധിക്കുന്നത്. ആദ്യ കുഞ്ഞ് 3 വർഷം മുമ്പ് മരിക്കുന്നു. അതിനെ കുഴിച്ചു മൂടുന്നു. ആ കുഞ്ഞിന്റെ അസ്ഥി അന്ന് എടുത്തു വെക്കുന്നു. അടുത്ത കാലത്തായി മറ്റൊരു കുട്ടി കൂടി സമാനമായ രീതിയിൽ ആ കുട്ടിയും മരിച്ച് ആ കുട്ടിയെ കുഴിച്ചു മൂടിയതിനു ശേഷം ഈ അസ്ഥികളെല്ലാം തന്നെ ഈ യുവതിയുടെ നിർദ്ദേശപ്രകാരം എടുത്തു സൂക്ഷിക്കുകയായിരുന്നു. അത് കർമ്മം ചെയ്യുന്നതിന് വേണ്ടി സൂക്ഷിക്കണം എന്നുള്ളതായിരുന്നു യുവതി യുവാവിനോട് പറഞ്ഞിരുന്നത്. അങ്ങനെ എടുത്തു സൂക്ഷിച്ച അസ്ഥി കയ്യിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുവാവിന് വല്ലാത്ത ഭയം തോന്നുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം താൻ വലിയ ഭയപ്പാടിലായിരുന്നു എന്ന് യുവാവ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അസ്ഥി കൈമാറിക്കൊണ്ട് ഉണ്ടായ കാര്യങ്ങൾ പോലീസിനോട് വിവരിക്കുകയാണ് യുവാവ് ചെയ്തത്. ഈ സംഭവത്തിലാണ് പിന്നീട് യുവാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യുവതിയെ പോലീസ് വിളിച്ചു വരുത്തി. ഇപ്പോൾ വെള്ളിക്കുളങ്ങര സ്വദേശിനിയായിട്ടുള്ള യുവതി ഇപ്പോൾ ഈ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി. ഇരുവരെയും ഇരുത്തി ചോദ്യം ചെയ്യുകയാണ്. പോലീസിനെ സംബന്ധിച്ച് പോലും പോലീസ് വലിയൊരു ഞെട്ടലുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. കാരണം സ്റ്റേഷനിലേക്ക് 2 നവജാത ശിശുക്കളുടെ അസ്ഥിയുടെ കഷ്ണങ്ങളുമായാണ് ഒരു യുവാവ് കയറി വരുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ തനിക്ക് വിവാഹം കഴിക്കാതെ ഒരു സ്ത്രീയിലുണ്ടായ കുട്ടികളുടെ അസ്ഥികളാണ് ഇതെന്നാണ് യുവാവ് തുറന്നു പറഞ്ഞത്. അത് കേട്ട ഉദ്യോഗസ്ഥർ പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അവരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം. പിന്നീട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് 5 വർഷം മുമ്പ് തനിക്ക് വെള്ളിക്കുളങ്ങരയിലുള്ള ഒരു യുവതിയുമായി അടുപ്പമുണ്ടായിരുന്നു. തങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ തങ്ങൾക്ക് 2 കുട്ടികളുണ്ടായി. ആ 2 കുട്ടികളും മരിച്ചു. അവരുടെ അസ്ഥികളാണ് ആ കുട്ടികളെ കുഴിച്ചു മൂടി എന്നുള്ളതാണ് പറയുന്നത്. അത് ഈ മരണം 3 വർഷം ആദ്യം ഒരു മരണം ഉണ്ടാവുന്നു. ഒരു മരണം ഉണ്ടാകുന്നു, ആ കുഞ്ഞിനെ കുഴിച്ചിടുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു കുഞ്ഞുണ്ടാകുന്നു, അതിനെ കുഴിച്ചിടുന്നു. ആദ്യം മരിച്ച കുഞ്ഞിൻ്റെ അസ്ഥി എടുത്തു വെക്കുന്നു. രണ്ടാമത് മരിച്ച കുഞ്ഞിനെ അസ്ഥി എടുത്തു വെക്കുന്നു. അത് കർമ്മം ചെയ്യാനാണെന്ന് പറയുന്നു. ആ അസ്ഥി സൂക്ഷിക്കുന്നു ഒരു യുവാവ്. അയാളത് പേടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നു. മൊത്തത്തിൽ എന്തോ ഒരു ചേരുംപടിചേരായി ഉണ്ടല്ലോ സൂരജ്. ഹാഷ്മി, അത് തന്നെയാണ്. ഒരിക്കലും മനസ്സിൽ പോലും കരുതാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ യുവാവ് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയുന്നത്. അതാണ് പോലീസിന് സംശയം തോന്നുന്നു. പോലീസ് യുവതിയെ തന്നെ നേരിട്ട് വിളിച്ചു വരുത്തി ഈ കുട്ടികൾ എങ്ങനെയാണ് മരിച്ചത് എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ വ്യക്തത വരുത്താൻ നോക്കുന്നത്. കാരണം ഇന്ന് രാവിലെയാണ് യുവാവ് കയ്യിൽ അസ്ഥിയുമായി, ഈ കുട്ടികളുടെ അസ്ഥിയുമായി വന്ന സ്റ്റേഷനകത്തേക്ക് കയറുന്നത്. അതാണ് പറയുന്നത്. തനിക്ക് 5 വർഷം മുമ്പ് ഒരു യുവതിയുമായി സൗഹൃദം ഉണ്ടായിരുന്നു. ആ യുവതിയിൽ തനിക്ക് 2 കുട്ടികളുണ്ടായി. അതിൽ ആദ്യ കുട്ടി 3 വർഷം മുമ്പ് മരിച്ചു. അതായത് ആ യുവതി 3 വർഷം മുമ്പ് കുഴിച്ചു മൂടിയ കുട്ടിയുടെ അസ്ഥി എന്നുള്ളതാണ് യുവാവ് നൽകിയിരിക്കുന്ന മൊഴി. 3 വർഷം മുമ്പ് കുഴിച്ചിട്ട കുട്ടിയുടെ അസ്ഥി പിന്നീട് ഇവർ എടുക്കുന്നു. കർമ്മം ചെയ്യുന്നതിന് വേണ്ടി ഈ അസ്ഥി മാറ്റിവെക്കണമെന്ന് യുവതി തന്നെയാണ് നിർദ്ദേശിച്ചത്. ഇത് പ്രകാരം ഈ 3 വർഷം മുമ്പ് മരിച്ച കുട്ടിയുടെയും അടുത്ത കാലത്ത് മരിച്ച 2ാമത്തെ കുട്ടിയുടെ അസ്ഥിയും ഈ യുവാവ് തന്നെ എടുത്ത് സൂക്ഷിക്കുകയായിരുന്നു. ഇപ്പോൾ യുവാവിന്റെ വീട് വരുന്നത് പുതുക്കാട് ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഈ യുവാവ് ഈ അസ്ഥി കയ്യിൽ സൂക്ഷിച്ചപ്പോൾ ആ യുവാവിന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ ഭയപ്പാടുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. 2 നവജാത ശിശുക്കളുടെ അസ്ഥിയാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് വലിയ ഭയപ്പാടുണ്ടായി. ഇതെന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. കർമ്മം ചെയ്യണം, അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിക്കണമെന്ന് യുവതി പറയുകയാണ്, പലപ്പോഴും പറയുകയാണ്. അതോടുകൂടി വലിയ മാനസിക സംഘർഷത്തിലേക്ക് താൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് യുവാവ് ഈ സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് ഈ അസ്ഥി കൈമാറുന്നു. അങ്ങനെ ഈ യുവതിയുടെ പേരുവിവരങ്ങൾ ചോദിച്ചറിഞ്ഞ വെള്ളിക്കുളങ്ങരയിലുള്ള യുവതിയാണെന്നും ഈ ഫോൺ നമ്പർ അടക്കം കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ യുവതിയെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ്. അതായത് പ്രസവാനന്തരം ഈ കുട്ടി മരിച്ചതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതൊരു കൊലപാതകമാണോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. സ്വാഭാവികമായും ഈ കുട്ടികളെ കുഴിച്ചിട്ട സ്ഥലത്ത് ഇനി അവിടെ നിന്ന് ഈ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ, അതായത് നിലവിൽ 3 വർഷം മുമ്പാണ് ആദ്യ കുട്ടിയെ കുഴിച്ചിട്ടത്. 2ാമത്തെ കുട്ടിയെ അടുത്ത കാലത്തെന്നുള്ളതാണ് യുവാവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് ഇനിയിപ്പോൾ ആ ശരീരഭാഗങ്ങൾ, അവിടെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ അടക്കം റിക്കവർ ചെയ്യേണ്ടതുണ്ട്. പോലീസ് പ്രാഥമികം എന്ന ഘട്ടത്തിൽ 2 പേരെയും ഇരുത്തി ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല. കാരണം
അതിൽ ഒരു സ്വകാര്യത മാനിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ അത് വിടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പകരം ഇതൊരു കൊലപാതകമാണെന്ന് ഏതെങ്കിലും തരത്തിലുള്ള മൊഴി വിവരങ്ങൾ പുറത്തു വരികയാണെങ്കിൽ തീർച്ചയായും അവരുടെ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വെക്കും. എന്തായാലും പോലീസിനെ അതിൽ മുഴുവൻ സംശയങ്ങളാണ്. ഒരു ദിവസം രാവിലെ ഒരു യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നു. ആ യുവാവിന്റെ കയ്യിൽ കുഞ്ഞുങ്ങളുടെ അസ്ഥിയാണുള്ളത്. അത് 3 വർഷം മുമ്പ് കുഴിച്ചിട്ട കുഞ്ഞിന്റെ അസ്ഥി കർമ്മങ്ങൾക്കായി എടുത്തു വെക്കാൻ ഒരു യുവതി പറഞ്ഞതാണെന്ന് പറയുന്നു. അതിനുശേഷം അടുത്ത് ജനിച്ച കുഞ്ഞിനെ കുഴിച്ചിട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എന്തോ ഒരു പ്രശ്നം ഈ പറഞ്ഞ വാക്കുകളിലൊക്കെ ഉണ്ട്. ഒരുമിച്ച് ചോദ്യം ചെയ്യലൊക്കെയാണ്. കൊലപാതകമാണോ അതല്ല പ്രസവിച്ചപ്പോൾ മരിച്ചുപോയതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസ് തന്നെ വ്യക്തത വരുത്തട്ടെ.